In this video, you are going to get familiarized with the importance of preparing a lesson plan. You will also see how a lesson plan is prepared. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലെസൺ പ്ലാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ലെസൺ പ്ലാൻ അധ്യാപകൻ തയ്യാറാക്കേണ്ട അതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. To be description of yet another lesson plan. Again, this is a prose lesson plan prepared by a teacher for the 8th class. Let's analyze the early part. The early part is the biographical part of the lesson plan. Name of the teacher. In the examination, you don't need to mention the name of the teacher exactly, but you need to just write name of the teacher there. Then put a number of X mark. That means your name is not mentioned over there. Then mention the name of the school. That is must. From your imagination or from your knowledge of a school nearby, you can mention the school's name. Then the subject you are going to teach is English. Then unit is 1. The unit name is mentioned there. Enlightening Souls is the unit name. നിങ്ങൾ പഠിപ്പിക്കുന്ന ടെക്സ്റ്റിന് ഒരു പുസ്തകം കാണും. ആ പുസ്തകത്തിലെ ഒരു യൂണിറ്റിൽ നിന്നുള്ള ഒരു ലെസൺ ആയിരിക്കും പഠിപ്പിക്കുന്നത്. സോ ആ യൂണിറ്റിന്റെ പേര് മെൻഷൻ ചെയ്യണം. ദെൻ സബ് യൂണിറ്റ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ലെസൺ. ദ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്ന പാഠമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. റൈറ്റ് സൈഡ് വലതു ഭാഗത്ത് മാത്രം വരുന്ന കുറെ കാര്യങ്ങളാണ്. നെയിം ഓഫ് ദ സ്റ്റാൻഡേർഡ്, മെൻഷൻ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് 8. Then division, mention the division. Strength of the school, mention the date. Date means the date on which you are going to take the class. Then the duration of the class also. Duration is here 45 minutes. ഒരു 40 മിനിറ്റ് എങ്കിലും മിനിമം വേണ്ട ഒരു ക്ലാസ് ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഏകദേശം മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ക്ലാസ്സിനെ പറ്റി പറഞ്ഞു, ക്ലാസ് ടീച്ചറിന്റെ പേര് പറഞ്ഞു. ഇത് അതുപോലെ തന്നെ ഏത് ലെസൺ പ്ലാൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. Then goes to the theme and sub theme. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, പറ്റത്തില്ലെങ്കിൽ അത് വിട്ടുകളയാം. പറ്റുമെങ്കിൽ മെൻഷൻ ചെയ്യുക തന്നെ വേണം. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ലെസന്റെ തീം ഹാപ്പിനെസ് എന്ന തീമാണ്. സബ് തീമും കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് പീപ്പിൾ അറൌണ്ട് ഹാപ്പി. If you know exactly, you can mention it. Otherwise, you don't need to mention it. Then one more part is there, that is additional content. അത് ഒരു ലെസനെ പറ്റിയുള്ള ഒരു സമ്മറിയാണ്. നിങ്ങൾ കഥ ഇപ്പം ഒരു നാടകമൊക്കെ പഠിക്കുമ്പോൾ ഓരോ നാടകത്തിന്റെ പാട്ടിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ സ്റ്റോറിയുടെ ഒരു സമ്മറി അവിടെ പറയും. അതുപോലെയുള്ള ഒരു പാട്ടാണ്. യു ഡോണ്ട് നീഡ് ടു മെൻഷൻ ഇറ്റ് ബിക്കോസ് ഇറ്റ് വിൽ മേക്സ് തിങ്സ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ദ കറിക്കുലർ ഒബ്ജക്റ്റീവ്സ്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെ തന്നെ ടൈറ്റിൽ പ്രാധാന്യമുള്ള ഭാഗമാകിയാൽ ലെസൺ പ്ലാനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളത് മെൻഷൻ ചെയ്യണം. കറിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഈ പാഠം പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിയെ എന്തെല്ലാം
എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ കറിക്കുലത്തിന്റെ ഏതൊക്കെ ലക്ഷ്യങ്ങൾ പഠിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. സോ ദ pupil, അതുപോലെ മെൻഷൻ ചെയ്യാം. ദ pupil മീൻസ് ദ സ്റ്റുഡന്റ്. വിദ്യാർത്ഥി എന്തൊക്കെ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ചില കാര്യങ്ങൾ കോമൺ ആണ്, ചില കാര്യങ്ങൾ ലെസൺ അനുസരിച്ച് മാറും. അത് നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. Certain curricular objective specifically for teaching story. On the other hand, there are certain curricular objectives specifically for teaching poetry. So don't intermix, but certain things are common. ചില കാര്യങ്ങൾ കവിതയ്ക്കും അതുപോലെ സ്റ്റോറിക്കൊക്കെ ഒരുപോലെ ആയിരിക്കും. സോ ഒന്നാമത്തെ കാണുക, understands and enjoys short stories because it's a short story. പോയം ആണെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും, understands and enjoys poems. Then it becomes interested in reading stories. So because this is a story, instead you can becomes interested in reading poems or listening to poems. Gets familiar with new vocabulary and linguistic items that will be there for all the lessons, all types of lessons. A teacher teaches a poem or a short story, anything. See, one of the common aims, common curricular objectives is to make students get familiar with new vocabulary and linguistic items. Okay, then engages in creative writing. ഈ പാഠം പഠിക്കുമ്പോൾ കുട്ടി ചില എഴുത്തിന്റെ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തുകൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. Then develops the ability to prepare discourse like diary writing. ഇതിനകത്ത് എവിടെങ്കിലും കാണും ഡയറി റൈറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന പഠനഭാഗങ്ങൾ കാണും. അതുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും എല്ലാ ലെസണിലും നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. The fourfold language skill. ലാംഗ്വേജ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. That you can mention in almost all types of English lesson plans. നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് പഠിപ്പിച്ചാലും ഈ fourfold language skills ഡെവലപ്പ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. So you can mention it over in any kind of lesson plan. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണ്? പ്രീ റിക്വസിറ്റ്സ് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് എന്നൊക്കെ പറയും. മുന്നറിവ്. ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് ഉണ്ടാകേണ്ട മുന്നറിവാണ്. The learner has an idea about the importance of being happy. ഈ പാഠം പഠിക്കാൻ ഈ ഒരു അറിവ് വേണം. എന്താണ് അറിവ്? The learner has an idea about the importance of being happy. Otherwise, without knowing it, the student cannot learn it. മുന്നറിവ് ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. കഴിഞ്ഞ ലെസൺ പ്ലാൻ അത് മെൻഷൻ ചെയ്തിരുന്നില്ല, ഇവിടെ അത് മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, പഠന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം പഠന തന്ത്രങ്ങളിൽ കൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഉപയോഗിച്ചിരിക്കുന്ന പഠനതന്ത്രങ്ങൾ ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, നമ്മൾ പെയർ വർക്കും എഴുതാം. ലെസൺ പ്ലാനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. പെയർ വർക്ക്, പെയർ എന്ന് വെച്ചാൽ 2 പേര് ഒരുമിച്ച് പഠിക്കുന്ന ആക്ടിവിറ്റി. പെയർ വർക്ക്, ഗ്രൂപ്പ് വർക്ക്, ഇൻഡിവിജ്വൽ വർക്ക്. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരുന്നത്, ആദ്യം ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കും, ഗ്രൂപ്പ് വർക്കിന് ശേഷം അതിൽ കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യാൻ പെയർ വർക്ക് കൊടുക്കും, പെയർ വർക്കിന് ശേഷം വി വിൽ മൂവ് ടു ഇൻഡിവിജ്വൽ വർക്ക്. Then one more activity is there, discussion, then questioning. But what all strategies you mention, it should be there within the lesson plan. Then learning materials അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലേണിംഗ് എയ്ഡ്സ്. എന്തൊക്കെ ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നു? പേപ്പർ
പേപ്പർ ബിറ്റ്സ്, ചോക്ക് ബോർഡ്, ക്ലാസ് ബുക്ക്, ചാർട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു. അത് ക്ലിയർ ആയി മെൻഷൻ ചെയ്യുക. ചോക്ക് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെച്ചാൽ ക്ലാസ് റൂമിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതുന്ന ബോർഡ്. What is references? What all references you make use of for teaching this lesson or preparing this lesson plan? First is course book standard 8. അതായത് മുകളിൽ മെൻഷൻ ചെയ്യുക ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിലെ കോഴ്സ് ബുക്ക്. ദെൻ സോഴ്സ് ബുക്ക് ഉണ്ട്, അധ്യാപകൻ മാത്രം ഉപയോഗിക്കുന്ന അധ്യാപന സഹായി എന്ന് പറയും, 8ാം ക്ലാസ്സിലെ അധ്യാപന സഹായി. ദെൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ഡാനിയൽ ജോൺസ് പ്രൊനൗൺസിയേഷൻ ഡിക്ഷണറി. Entering to the very important part of the lesson plan, that is the real classroom activity. What's going to happen in the real classroom? See, you need to keep margin and separate the sheet into 2 columns. അതുകൊണ്ട് നമ്മൾ 2 column lesson plan എന്ന് വിളിക്കുന്നത്. First column is for classroom process. അഥവാ classroom process നിങ്ങൾ മറന്നുപോയാൽ process എന്നെങ്കിലും എഴുതണം. It's classroom process. Then right side, response and assessment. Response from the students. നേരത്തെ ലെസൺ പ്ലാൻ കണ്ടതുപോലെ the beginning part of the classroom activity is informal interaction. It's an informal interaction where the teacher creates a good rapport with the students. അതിന് കുറെ questions ഉണ്ട്, അതുപോലെ മെൻഷൻ ചെയ്യാം. So to the classroom process, you need to mention clearly what is the reaction of the students. How does the student react to the teacher's activity? So how is the response? Students interacted well with the teacher during the initial interaction. വളരെ എളുപ്പമാണ് നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ മാറ്റർ എഴുതാൻ. ഈ ഒന്നാമത്തെ കോളത്തിൽ എഴുതുന്നത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവിടെ നടക്കുന്നു എന്നങ്ങ് മെൻഷൻ ചെയ്താൽ മതി. Teacher tries to make a good rapport with the students. So opposite to that, we can write students interact very well with the students, or teacher creates a very good rapport with the students. That's all. An entry. After creating a rapport with the students, the teacher moves to the entry activity. That is just the beginning of the introduction of the lesson. നമുക്ക് introduction എഴുതാം. So entry into the lesson. The students are divided. ആദ്യമായി എന്ത് ചെയ്യുന്നു? കുട്ടികളെ അധ്യാപകൻ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുന്നു. The students are divided into groups by the teacher, and the teacher provides them an activity. Teacher provides each group's paper bits which contain words in jumbled order. അതാണ് അവിടെ ആക്ടിവിറ്റി. കുട്ടികൾക്ക് പേപ്പർ കഷ്ണങ്ങൾ വാക്കുകളെ അക്ഷരങ്ങളെ മാറ്റി കൊടുത്തിരിക്കുന്ന വാക്കുകൾ കൊടുക്കുന്നു പേപ്പറിൽ. The students are asked to arrange the words in the right order and complete the sentence and write it on the blackboard. The sentences are proverbs conveying the input. Arrange the words in the right order and complete the sentences and write it on the blackboard. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ ചെറിയ പേപ്പർ ക്ലിപ്പിനകത്ത് വാക്കുകൾ, അതിനകത്ത് സ്പെല്ലിങ് ഡിസോർഡേർഡ് ആയിരിക്കും, ഒരു ശരിയായ ഓർഡറിലായിരിക്കില്ല, ഒരു ആക്ടിവിറ്റി ആയിട്ട് അവർ കൊടുക്കും. ആ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ ആ വാക്ക് ശരിയായി എഴുതണം. ലെറ്റേഴ്സ് എവിടേക്ക് വരുമോ അത് ശരിയാക്കി എഴുതണം. ആ ഒരു ആക്ടിവിറ്റി വിളിക്കുകയാണ്. ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവര് ഹാപ്പിനെസ് എന്ന കീ സബ്ജക്റ്റിനെ പറ്റി പ്രോവർബുകൾ തയ്യാറാക്കാൻ ശ്രമിക്കും. സോ അപ്രകാരമുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റുഡൻസിന് അധ്യാപകൻ കൊടുക്കുന്നത്. Teacher then introduces the lesson, the happiness machine by Ray Douglas Baduri, and write it on the blackboard and then introduce about the author. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അധ്യാപകൻ അവിടെ
ചെയ്യുകയാണ്. This is the entry activity. Entry activity is after the warm-up activity. So when you prepare a lesson plan, there should be entry activity. So in the title it is given entry to the lesson. So this entry to the lesson gives an entrance for the teacher to the lesson. So അതിന്റെ വലതു ഭാഗത്തായിട്ട് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ്, what is the response of the students? So it should be noted down. I have just put some dots there. You can easily understand and write down there what all should be the response of the students. നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ എങ്ങനെയായിരിക്കണം റെസ്പോൺസ് എഴുതേണ്ടത് എന്ന്. സോ ഈ ഒരു എൻട്രി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അധ്യാപനം ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും? The students are divided into groups. See in the left side, what does the teacher do? Students are divided. Then what are activities given to them? You can write students arrange words in the correct order and they write it on the blackboard and they understand the concept of happiness and they get introduced to the title of the lesson. That should be there in the response part. അങ്ങനെ നമുക്ക് റെസ്പോൺസ് പാർട്ട് ഫില്ലപ്പ് ചെയ്യാം. Activity that is there in the lesson plan. In the process column, in the first column, the next activity is process reading. In process reading, the first activity is the model reading. Model reading എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകന്റെ വായനയായിരിക്കും. അധ്യാപകൻ കുട്ടികൾ മനസ്സിലാക്കുന്ന രീതിയിൽ, അവർക്ക് നന്നായി ശ്രദ്ധിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ലെസൺ പാർട്ട് വായിക്കുകയാണ്. With correct pronunciation, stress and intonation, teacher reads the lesson loudly so that everybody in the class can listen and understand. അങ്ങനെയായിരിക്കണം ക്ലാസ് തുടങ്ങേണ്ടത്. ഒരു പ്രോസ് പാർട്ടാണെങ്കിൽ അവിടെ ഒരു പ്രോസസ് റീഡിംഗ് എന്ന് പറയുന്ന മെയിൻ ടൈറ്റിൽ കാണണം. ആ പ്രോസസ് റീഡിങ്ങിനകത്ത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് മോഡൽ റീഡിംഗ് ഡൺ ബൈ ദ ടീച്ചർ. സോ വാട്ട് ഹാപ്പൻസ് from the students part when teacher reads the lesson? Students listen to the reading by the teacher with much attention. The students carefully listen the explanations provided by the teacher. So അതാണ് കുട്ടികളുടെ റെസ്പോൺസ്. അവർ ശ്രദ്ധിക്കുന്നു, അധ്യാപകൻ വായിക്കുന്ന നന്നായി ശ്രദ്ധിക്കുന്നു, വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണ് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ്. So reading, the second activity is the individual reading. Individual reading means the students reading. Students reading is done by on individual basis. That means a separate student is called and he is asked or she is asked to read it. Teacher asks the students to read the lesson silently. നിശബ്ദ വായനയാണ്. നിശബ്ദ വായനയാകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് വായിക്കാൻ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നിശബ്ദമായി വായിക്കുക. എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ്? സ്റ്റുഡൻസിന്റെ റെസ്പോൺസ്, സ്റ്റുഡൻസ് റീഡ് ദ ഫസ്റ്റ് 2 paragraphs of the play and they marked according to the teacher's instruction. So ഈ സൈലന്റ് റീഡിങ്ങിൽ എല്ലാവരും അധ്യാപകൻ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ട് മൗനമായിട്ട് വായിക്കുകയാണ്. So the silent reading is followed by collaborative reading session. ഒരു collaborative reading session ഉണ്ട്. Teacher divides the students into groups and asks them to read the lesson again and share their ideas. Teacher provides a glossary of new words.
അധ്യാപകൻ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ ഗ്രൂപ്പുകളായി തിരിക്കുകയും ആ ഗ്രൂപ്പുകളിൽ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ മാറി റൊട്ടേഷൻ ബേസിൽ അവർ വായിക്കുന്നു, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. സോ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? സ്റ്റുഡൻസ് ഫോം ഗ്രൂപ്പ്സ് ആൻഡ് ഷെയർ ദെയർ ഐഡിയാസ് എമംഗ് ദംസെൽസ്. സ്റ്റുഡൻസ് ഓൾസോ എൻറ്റർ ദ വേർഡ്സ് ഇൻ ദ പേഴ്സണൽ വേർഡ് ലിസ്റ്റ്. അധ്യാപകൻ അർത്ഥം വിവരിച്ചു കൊടുക്കുന്ന വാക്കുകൾ അവരുടെ പേഴ്സണൽ വേർഡ് ലിസ്റ്റിൽ സ്റ്റുഡൻസ് റെക്കോർഡ് ചെയ്യുന്നു. ശേഷം ഒരു ഗ്ലോസറി ആക്ടിവിറ്റിയാണ്. ദർ ഈസ് എ ഗ്ലോസറി ആക്ടിവിറ്റി. The glossary activity means dictionary activity followed by that. See, every prose lesson teaching, even teaching a poem, has some glossary items. That means teacher has to do with the dictionary part within the classroom. That we call the glossary session. Okay. അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് വേർഡ്സ്, ഇതൊക്കെ അധ്യാപകൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സോ ആ വാക്കുകൾ ഏതൊക്കെ പുതിയ വാക്കുകളാണ് അതുപോലെ എഴുതണം. അത് എഴുതിയ ശേഷം അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്താണ് 4-5 വാക്കുകളുടെ അർത്ഥം എഴുതി കൊടുത്തിട്ടുണ്ട്. സി, ഗാരേജ്, വാട്ട് ഈസ് ഗാരേജ്, മീനിങ് ഓഫ് ഇറ്റ്സ്, വാട്ട് ഈസ് നോവൽ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർപ്ലെക്സിങ്, ഡിലൈറ്റഡ്. സോ it should be very well expressed. Explain words meaning from dictionary. What is the response of the students? Students refer to the glossary. Students have a dictionary with them, so they refer to the dictionary to find out the meanings of difficult words. And മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്കുകൾ അവരുടെ കയ്യിലെ ഡിക്ഷണറി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു. അതാണ് റെസ്പോൺസ്. Activity is preparation and presentation of summary. Teacher asks the students to prepare a summary of the paragraph in groups with the help of the glossary provided and present it. Teacher corrects their mistakes and then presents her version of the summary. അപ്പോൾ ഈ വായിച്ച കണ്ടന്റ് കുട്ടികൾ ഡിക്ഷണറി ഉപയോഗിച്ചതിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞു. ഇനി അവരൊരു ബ്രീഫ് സമ്മറി തയ്യാറാക്കണം. ആ സമ്മറി തയ്യാറാക്കുന്ന ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ദാറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. So what is the response of the students? Students prepare a summary of the paragraph in groups with the help of the glossary. നിങ്ങൾക്ക് മനസ്സിലാകും, ഇടതുവശത്തെ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ, പ്രോസസ് കൊടുക്കുമ്പോൾ റെസ്പോൺസ് ചെയ്താൽ വളരെ എളുപ്പമാണ്. ആ ആക്ടിവിറ്റിയുടെ പ്രോസസ് ആക്ടിവിറ്റിയുടെ അതേപോലെ തന്നെ അവർ ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നാണ് സാധാരണ നമ്മൾ റെസ്പോൺസ് കോളത്തിൽ എഴുതുന്നത്. So the response of the student should be related to the activity that the teacher gives in the left column. Activity within the lesson plan is scaffold reading. Scaffold reading. Already I explained to you what is scaffold activity. Scaffold activity ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. കുട്ടികൾക്ക് കുറച്ച് പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ, പാഠ്യപ്രവർത്തനങ്ങൾ അധ്യാപകന്റെ സഹായത്തോടെ ചെയ്യുന്ന പഠനമാണ് സ്കാഫോൾഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ സ്കാഫോൾഡ് റീഡിംഗ് ഈസ് an activity, reading activity which is done by the students with the help of the teacher. Teacher asks the students to read the lesson once again to ask questions to them. അവര് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അധ്യാപകൻ വിദ്യാർത്ഥികളോട് വീണ്ടും ആ ലെസൺ വായിക്കാൻ ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെട്ട ശേഷം സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. Students face some difficulty in answering the question, so then teacher explains to them and helps them to understand. See, there are a number of questions. Who wrote the happiness machine? Who invented the happiness machine? And what did Leo Hoffman make? Whenever you give the question in the process part, there the question should be followed by an answer. Okay, എപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ആൻസർ അവിടെ എഴുതിയിരിക്കണം. കാരണം ആ ലെസൺ പ്ലാൻ നോക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകണം എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവെന്ന്. So right side you can see students answer the scaffold questions of the teacher.
That is the response of the students. Activity, teaching and learning activity within the process column is preparation of discourse. What is it? Teacher asks the students to prepare a diary writing of man explaining his confusion regarding the making of the machine. ഒരു ഡിസ്കോസ് തയ്യാറാക്കലാണ്. ഡിസ്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ ഒരു പ്രത്യേക ഉപയോഗത്തിലുള്ള, ഉദാഹരണം ഡയറി റൈറ്റിംഗ് ഒരു ഡിസ്കോസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ദ ലെസൺ ദേ സ്റ്റഡീഡ്, they should be able to know, they should understand what's a diary and how to write a diary. So based on this lesson, teacher asked the students to prepare a diary which is supposed to be written by Hoffman, confusion of making of the machine. ഈ പാഠത്തില് പ്രധാന കഥാപാത്രമായ ഹോഫ്മാൻ ഒരു മെഷീൻ ഉണ്ടാക്കുന്നു. ആ മെഷീൻ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയാൽ എങ്ങനെയാണ് എഴുതുന്നത്? സോ അതിന്റെ ആക്ടിവിറ്റി എന്താണ്? റെസ്പോൺസ് സ്റ്റുഡൻസ് പ്രിപ്പയർ ഡയറി റൈറ്റിംഗ് ഓഫ് ഹോഫ്മാൻ എക്സ്പ്ലൈനിങ് ഹിസ് കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദ മേക്കിംഗ് ഓഫ് ദ മെഷീൻ. ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ ദ റെസ്പോൺസ്. Have prepared the diary. So that diary should be edited by the teacher. That is their presentation and editing of discourse. Teacher asks the students to present the discourse and edit it for thematic, stylistic, semantic and spelling errors. എന്തൊക്കെ കുഴപ്പങ്ങൾ എഴുത്തിലുണ്ടോ ആ കുഴപ്പങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അധ്യാപകർ തെറ്റുതിരുത്തി കൊടുക്കുകയാണ്. ആ ഒരു ആക്ടിവിറ്റിയാണ് പ്രസന്റേഷൻ ആൻഡ് എഡിറ്റിംഗ് ഓഫ് ഡിസ്കോസ് എന്ന് പറയുന്നത്. സോ അതിന്റെ റെസ്പോൺസ് ആയിട്ട് എന്തെങ്കിലും എഴുതാം? ടീച്ചർ കറക്റ്റ് syntactic and semantic and spelling errors committed by the students, and he or she means the teacher succeeds in communicating students mistakes. Then teacher prepares teacher's version. Teacher presents her version of the discourse. When teacher presents her version of discourse, what is the response of the students? Students actively participate in the language activity. Students constructed sentences with the words given by the teacher. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറി തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രസന്റേഷൻ എഡിറ്റിംഗ് പ്രോസസ്സിൽ വിദ്യാർത്ഥികൾ വളരെ ആക്റ്റീവായിട്ട് ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അധ്യാപകന്റെ സഹായത്തോടെ സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. Final part of the lesson plan, as you can see on the screen, is the follow-up activity. Follow-up activity, otherwise you can call an assignment. So this follow-up activity enables the students to carry on the learning experience they acquired within the classroom. ക്ലാസ്റൂമിൽ അവർ നേടിയ അറിവ് അല്ലെങ്കിൽ പ്രവർത്തന പരിചയം തുടർന്നു കൊണ്ടുപോകാനായിട്ട് ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റി അവരെ സഹായിക്കുന്നു. What is the follow activity here? Teacher asks the students to prepare a write-up on happiness. So every lesson plan must have a follow-up activity, and you don't need to show any response of the follow-up activity. Follow-up activity ക്ക് പ്രത്യേകമായി നമ്മളൊരു റെസ്പോൺസ് എഴുതണ്ട. ഇത് പ്രോസസ്സിലും അതൊരു റെസ്പോൺസിലും വരുന്ന ഐറ്റം അല്ല. സോ അത് നടുക്കായിട്ട് തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. In this video you were watching and listening to the way of preparing a lesson plan in detail. Hope that you understood various parts of this video. I will come with another video in another day.
Until then, goodbye.